ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഡോക്ടറിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും യൂണിക് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് റിവ്യൂ ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുക. ട്യൂട്ടോറിയൽസ്, എക്സ്പെർട്ട് അഡ്വൈസ്, ടെക്നിക്കൽ സീക്രട്സ്, ഓണേഴ്സ് റിവ്യൂ എല്ലാം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗൈഡ് തന്നെയാണിത്. മെയിൻ്റനൻസിനെ പറ്റി പരിചയമില്ലാത്തവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകും. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വിഷ്വലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാവുന്ന രീതിക്കാണ് നമ്മൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് ആണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. എനിക്ക് പേഴ്സണലായും വളരെ ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ് R15 V3. സർവീസ് റിലേറ്റഡ് ടൈം പീരീഡൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ മാനുവലിൽ നിന്നോ ഷോറൂമിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. വളരെ അഗ്രസീവായിട്ടുള്ള ലുക്കാണ് ഈ വണ്ടി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇപ്പോഴത്തെ റോഡിൽ 200cc സെഗ്മെൻറ്റുമായിട്ട് മുട്ടി നിൽക്കാവുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ വണ്ടി റോഡിൽ കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളിന്ന് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാം, എങ്ങനെ അവർക്കൊരു ബെറ്റർ ആയിട്ട് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിക്കാണ് ഈ വ്ളോഗ്. രാത്രി വാഹനം ഓടിക്കുമ്പോൾ റോഡ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ വരായിരിക്കും. അതായത് ഹൈ റേഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടിച്ച് കഴിയുമ്പോൾ മഴയുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഒട്ടും റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ. ഇതിന് ടൂറിംഗ് പർപ്പസൊക്കെ പോയി കഴിയുമ്പോൾ എക്സ്ട്രാ ഓക്സിലറി ലൈറ്റ് പിടിപ്പിക്കേണ്ട ആവശ്യം വരാറുണ്ട്. സിമ്പിളായിട്ട് ഈ വണ്ടിയുടെ എൻജിൻ പെർഫോമൻസിനെ പറയുകയാണെങ്കിൽ വളരെ ലീനിയറായിട്ടുള്ള പവർ ഡെലിവറിയാണ് ഇതിൽ കിട്ടുന്നത്. നോർമലായിട്ട് 1, 2 അങ്ങനെ ഗിയർ മാറി പോകുമ്പോൾ നമുക്ക് നോർമലായിട്ട് ബൈക്സിൽ ലഭിക്കുന്ന ആ ടോർക്ക് തന്നെ ഇതിൻ്റെ ഹയർ ഗിയർ വരെ കിട്ടും. അതായത് വണ്ടിയുടെ 0 to ഏകദേശം ഈ വണ്ടിയുടെ ടോപ്പിൻ്റെ അടുത്ത് വരെ, അതായത് ഒരു 130ഓളം കിലോമീറ്ററുകൾ എത്തുന്ന വരെ വണ്ടിക്ക് നല്ല ടോർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ചെറിയ തോതിൽ ഞാൻ പറയുന്ന വാല്യൂകൾക്കൊക്കെ പലരുടെയും വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് വ്യത്യാസം വന്നേക്കാം. വണ്ടിക്ക് പിന്നെ പെർഫോമൻസ് ഫ്യൂവൽസ്, അതായത് ഒട്ടേം കൂടുതലുള്ള ഫ്യൂവൽസ് ഇടയ്ക്കിടയ്ക്ക് മാറി അടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഈ ഫ്യൂവലിലുള്ള ക്ലീനിങ് ഏജൻസൊക്കെ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ ക്ലീൻ ചെയ്യുന്നതിന് ബെറ്റർ ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനുള്ള ഒരു രീതി കൂടിയാണ്. കൂടാതെ ഈ വണ്ടി കൂടുതൽ നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവാണ്ട് വരുന്നുള്ളൊരു പ്രധാനമാണ്. ഇങ്ങനെ പെട്രോളിൽ കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ള കാരണം ഇതിൻ്റെ ഓസിൽ സ്റ്റക്കായി ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ പോകുമ്പോൾ ഈ ഫ്യൂവൽ ഇറങ്ങി കൊടുക്കുന്ന കയറാൻ വരുന്നൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അങ്ങനെ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. എത്രത്തോളം ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് മാത്രം കംഫർട്ട് കൊടുക്കുന്നൊരു വാഹനമാണ്. പുറകിലത്തെ പില്ലിന് എത്രത്തോളം കംഫർട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് റൈഡിനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് പുറകിലിരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഈ വണ്ടിയിലുള്ളത്. പിന്നെ പുറകിൽ പില്ലണുള്ളപ്പോൾ ട്രാഫിക്കിൽ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് കൈയുടെ റിസ്റ്റും കൈയൊക്കെ നല്ല പെയിൻ ഉണ്ടാക്കാം. പുറകിൽ വെയിറ്റ് ഇല്ലാണ്ട് ഓടിക്കുന്നത് തന്നെയാണ് ഈ വണ്ടി ഓടിക്കാൻ എപ്പോഴും ബെറ്റർ. അത്യാവശ്യം ഈ വണ്ടിയിലുള്ള പോലെ തന്നെ ഹൈവേ ഫ്ലാഷറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ നല്ലപോലെ തന്നെ വയറിങ് ചെയ്തില്ലെങ്കിൽ ഈ വണ്ടിയുടെ ഫ്യൂസ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകാൻ സാധ്യത വരുന്നുണ്ട്. വണ്ടി ലോങ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഓവർ ഹീറ്റായിട്ട് അധികം ദൂരം യൂസ് ചെയ്യുമ്പോൾ ചെറിയ തോതിൽ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിന് ഡിഫറൻറ്റായി വരുന്നതായിട്ട് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വണ്ടിയുടെ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മീറ്ററിന് ചില മീറ്ററുകൾക്കൊക്കെ ഡിക്സ് മാഞ്ഞു പോവുക, അങ്ങനെ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാറൻറ്റി ഉള്ളത് ഈ വണ്ടിയുടെ ഒരു മുഖ്യ ഘടകം തന്നെയാണ്. കാരണം എന്തെങ്കിലും ഇലക്ട്രോണിക് പാർട്സ്, എന്തെങ്കിലും എൻജിൻ സൈഡായാലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വാറൻറ്റിയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. സർവീസ് പീരീഡ് വളരെ കുറഞ്ഞൊരു വണ്ടിയാണിത്. നോർമലായി 3000-4000 കിലോമീറ്റർ അത് BS4-നും BS6-നും ഡിഫറൻ്റ് ആയിട്ടുള്ള കിലോമീറ്റേഴ്സാണ്. BS4-ന് 3000 ആണെങ്കിൽ BS6-ന് അത് 4000ആണ്. ഈ ടൈം ഇൻ്റർവെല്ലിലാണ് വണ്ടി സർവീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വാറൻറ്റി കട്ടാവാനും ചാൻസ് ഉണ്ട്. അത് കാരണം സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ വണ്ടിയിൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ വാഹനം നല്ലപോലെ ഫ്ലെക്സിബിളാണ്.
പിന്നെ അല്പം ടേണിംഗ് റേഡിയസ് കൂടുതലാണ് ഈ വണ്ടിക്ക്. വണ്ടിയുടെ ബോഡി അത്യാവശ്യം പ്ലാസ്റ്റിക് ഫീലാണെങ്കിലും ആന്തരികമായിട്ടുള്ള പാർട്സ്, അതായത് ഇൻറ്റേർണൽ പാർട്സ് എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തന്നെയാണുള്ളത്. വളരെ ലൈറ്റായിട്ടുള്ള കമ്പോണൻസാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം 45 to 60 കിലോമീറ്റർ, അതായത് സിറ്റി റൈഡിന് ഒരു 45-50 ആ റേഞ്ചിൽ, പിന്നെ 50 to 55 അത്യാവശ്യം ലോക്കൽ ഷോർട്ട് ഡിസ്റ്റൻസ്, പിന്നെ ഒരു 60-നടുത്തൊക്കെ, അതായത് എല്ലാവർക്കും തന്നെ കിട്ടുന്നില്ല, എന്നാലും കുറേ പേർക്കൊക്കെ കിട്ടുന്നുണ്ട് ലോങ് ഓടുമ്പോൾ. അതായത് ഒത്തിരി കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഏകദേശം 60 കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് റീലായിട്ട്. എപ്പോഴും ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഓടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് തന്നെ ഈ വണ്ടിക്ക് കിട്ടും. ഹൈവേയിലാണെങ്കിൽ ബ്രേക്കിംഗ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ അധികം എയർ ബ്ലാസ്റ്റ് ഇല്ലാത്ത സമയത്താണെങ്കിൽ വിൻഡ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല പല കണ്ടീഷനിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മൈലേജാണ് കിട്ടുന്നത്. പിന്നെ ഒരു എയറോഡൈനാമിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയറോഡൈനാമിക് എയ്ഡ് പ്രകാരം ഇതിന് നല്ലപോലെ തന്നെ ഒരു എയറോഡൈനാമിക് എഫിഷ്യൻസി ഈ വണ്ടിക്ക് കിട്ടും. അതായത് കുറച്ചുകൂടെ നല്ല മൈലേജും കിട്ടും, അത്യാവശ്യം വണ്ടി ട്രാവൽ ചെയ്യുന്ന സ്പീഡും കൂടുതലായി. നമുക്കിനി ഈ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടി ഓടിക്കും സെൻസറുകൾ യൂസ് ചെയ്തിട്ട് ഈ വാഹനത്തിൻ്റെ എൻജിൻ്റെ എമിഷൻ, വീൽ സ്പീഡ്, എൻജിൻ RPM ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പനി പ്രിസെറ്റ് ചെയ്തിട്ടുള്ള അൽഗോരിതം പ്രകാരം ഈ വണ്ടി കമാൻഡ്സ് ECU ബാക്കിയുള്ള കമ്പോണൻസിലോട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് ഈ വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ടെയിൽ ടൈഡി അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ടൈലിൻ്റെ അകത്തോട്ട് വെള്ളം കയറാണ്ട് നോക്കണം. കാരണം ECU പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസാണ്, ജലാംശം ഇലക്ട്രോണിക് പാർട്സിൽ തട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയായാലും കംപ്ലൈൻ്റ് ആവും. നല്ല വിലയുണ്ട് ഇതിൻ്റെ ECU, അല്ലെങ്കിൽ ECM എന്നും പറയാറുണ്ട്. ഏതെങ്കിലും ഭാഗങ്ങളിൽ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ, അതായത് ECU റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്ററിൽ ഇൻഡിക്കേഷൻ വരുന്നത്, അത് നമ്മൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് ഷോറൂമിൽ ചെന്ന് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എറർ കോഡ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ഒരു ഹെൽത്ത് കാർഡ് കിട്ടും. ഈ കാർഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസറുകളുടെ വാല്യൂ അതെല്ലാം പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എമിഷൻസ് ഇതെല്ലാം അറിയാൻ പറ്റും. ടയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ റൈഡിങ്ങിനനുസരിച്ച്, അതായത് നമ്മുടെ റൈഡിങ് അഗ്രസീവിനനുസരിച്ച് ടയർ നമുക്ക് സ്വിച്ച് ചെയ്യാം. നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റൈഡറാണെന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ടയർ മേടിക്കാൻ ചെല്ലാൻ. അതായത് നമ്മൾ മഴയത്ത് കൂടുതൽ ഓടിക്കുന്നതാണെങ്കിൽ റെയിനിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ് യൂസ് ചെയ്യാം. ഫ്രണ്ടിലൊരു 110, 70, 17, 150, 60, 17 പുറകിലും യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് റേഡിയൽ ടയേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. അത് നമ്മുടെ CG പോയിൻ്റ് കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കാനും സഹായിക്കും. വണ്ടിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റിയും ലഭിക്കും. നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് നമ്മുടെ സ്റ്റെബിലിറ്റി ആയിട്ട് വലിയൊരു റോൾ പ്ലേ തന്നെ നടത്തുന്നു. കാരണം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് മാക്സിമം താഴെ നിൽക്കുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് മാക്സിമം സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കിട്ടുക. ഈ പറയുന്ന റേഡിയൽ ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കോൺടാക്ട് പാച്ച് റോഡിലോട്ട് ലഭിക്കുകയും അത്യാവശ്യം നല്ല കോർണറിങ്ങിനൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ചെയിൻ സോക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇതിന് അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ടയർ തന്നെയാണ് അപ്പോളോയുടെ ടയർ, പെർലയുടെ ടയർ, സീറ്റിൻ്റെ ടയർ. ഡിഫറൻ്റ് ആയിട്ടുള്ള കോസ്റ്റാണ്. അതിനനുസരിച്ച് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ടയർസ് മേടിച്ചിടാവുന്നതാണ്. കാരണം നല്ല ടയർ നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ടാക്കും, നല്ല കോൺടാക്റ്റ് റോഡുമായിട്ട് ഉണ്ടാക്കും, ആക്സിഡൻസിനെ കുറയ്ക്കും. സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫങ്കി ആയിട്ടുള്ള ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും ഈ വണ്ടി തരുന്നു. അബദ്ധവശാൽ ഗിയർ ഡ്രോപ്പ് ആയി പോയാലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഈ വണ്ടിക്ക് ലഭിക്കുന്നില്ല, കാരണം സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ. ചില വണ്ടികൾക്കൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കറക്റ്റ് ആവാതെ വന്നിട്ടുള്ളത്. ഒരു 6000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്കൊക്കെ ചിലതിനൊക്കെ വന്നിട്ടുണ്ട്, എല്ലാത്തിനും വരണമെന്ന് ഞാൻ പറയില്ല. ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരു ഫുൾ ടാങ്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഹാഫ് ടാങ്ക് താഴേക്ക് കാണിക്കത്തില്ല. അങ്ങനെ ഇതിന് ഫ്യൂൽ സെൻറ്റർ അസംബ്ലി കംപ്ലൈൻ്റ് ആവും. അത് നമുക്ക് വാറണ്ടി തന്നെ മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ചെയിൻ സോക്കറ്റ് ഈ വണ്ടിക്ക് ഏകദേശം 20,000 കിലോമീറ്റർ മേളിൽ തന്നെ കിട്ടുന്നുണ്ട് മിക്കവാറും എല്ലാവർക്കും തന്നെ. പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ടയർ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വണ്ടിയുടെ അലൈൻമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ അലൈൻമെൻറ്റ് ഇങ്ങനെ കറക്റ്റായിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുന്നത്. അല്ലെങ്കിൽ ചെയിൻ ഓവർലാപ്പായിട്ട്
ചെയിൻ പെട്ടെന്ന് തേഞ്ഞുവാനും കംപ്ലൈൻറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഏകദേശം 6th സർവീസിനാണ് വണ്ടിയുടെ ചെയിൻ മാറ്റേണ്ടി വരുന്നത്. അതായത് ഏകദേശം ആ കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക്, ആ പെയ്ഡ് സർവീസ് ആകുമ്പോഴത്തേക്കാണ് ഏകദേശം മിക്കവാറും എല്ലാവരും ചെയിൻ തേഞ്ഞ് തീരാറാണ്. നമ്മൾ ലൂബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വിസ്കോസിറ്റി കുറഞ്ഞ ലൂബ് യൂസ് ചെയ്യുക. അതായത് ഓവറായിട്ട് സ്റ്റിക്കി ആയിട്ട് ലൂബ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയിന് അത്രത്തോളം കെയർ കൊടുക്കാത്തവരാണെങ്കിൽ കൂടുതൽ ഡേർട്ട് പിടിച്ചിരിക്കുകയും അത് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുകയും, അതായത് അത്യാവശ്യം നല്ല സ്പീഡിൽ അത് ഓടി നല്ല കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുകയും അതിലൂടെ പെട്ടെന്ന് ചെയിൻ തേഞ്ഞു പോകാനും കാരണമാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മറ്റു വാഹനങ്ങൾക്കും, അതായത് ബൈക്സിനെല്ലാം എഫക്റ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ചെയിൻ സോക്കൻഡ് മാറ്റേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് മാറ്റുന്ന സമയത്ത് നമ്മൾ സർവീസ് അഡ്വൈസറോട് പറയുക ഇതിൻ്റെ സിഗ്നൽ ബെയറിങ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ. കാരണം പിന്നീട് നമുക്കതൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ചെയിനൊക്കെ അഴിക്കേണ്ട അങ്ങനെ കുറച്ച് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാക്കുക. അത് പിന്നെയും ലേബറിലോട്ടും പിന്നെ നമ്മൾ പൈസ കൊടുത്തോണേ അതൊക്കെ ചെയ്യാം, ഫ്രീ സർവീസ് അല്ലെങ്കിൽ. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന തന്നെ ഒരു കംപ്ലൈൻ്റ് അല്ല, ഒരു സംശയമാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടിയുടെ ഫോർക്ക് ഓയിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ സർവീസിൽ പറയുന്നത്? ഫോർക്ക് ഓയിൽ എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്ററിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാറ്റാണ്ട് വരുന്ന സാഹചര്യത്തിൽ ഏകദേശം 15,000 to 16,000 കിലോമീറ്ററൊക്കെ വണ്ടി ഓടുമ്പോൾ പിന്നെ ടയർ വെട്ടിത്തേയാൻ തുടങ്ങും. അതായത് നമ്മുടെ ഫോർക്ക് ഓയിൽ വിസ്കോസിറ്റി ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ അകത്ത് എഞ്ചിനീയറിങ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു ടൈമിലായിരിക്കും വണ്ടി കൂടുതലായിട്ട് നമ്മളെ ഈ റോഡ് പാച്ചസിലൂടെ ചാടി ഓടുക, അങ്ങനെ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിക്കുന്നതിന് ബ്രേക്കിങ്ങൊക്കെ കാരണം എൻ്റെ ഫോർക്ക് ഓയിലിൻ്റെ ലൈഫ് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിനു മുമ്പ് ഓയിൽ സീലൊക്കെ പൊട്ടിപ്പോകും. കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത തന്നെയാണ്. അപ്പോൾ ഈ ഫോർക്ക് ഓയിലിൻ്റെ വിസ്കോസിറ്റി പറയുന്നത് അനുസരിച്ച് ഒരു സൈഡിലോട്ട് വണ്ടി അങ്ങനെ ഫ്രണ്ടിലോട്ട് ചെന്ന് ടയർ വെട്ടിത്തേയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ പിന്നെ ടയർ വെട്ടിത്തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയില്ലെങ്കിൽ വണ്ടിയുടെ കൺട്രോൾ കറക്റ്റ് ആവത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സൈഡിലെ ട്യൂബ് തന്നെ ഇങ്ങനെ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ സീലൊക്കെ പോയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 കട മാറേണ്ടി വരും. പോരാത്തതിന് അതിൻ്റെ ട്യൂബിന് സ്ക്രാച്ച് വീഴും, എന്നിട്ട് പിന്നെ അതും ഒരുമിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ വെട്ടിത്തേയുന്ന കംപ്ലൈൻറ്റ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ടയർ മാറുമ്പോൾ ഇതിൻ്റെ ഫോർക്ക് ഓയിലും കോൺസെപ്റ്റൊക്കെ മാറുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉള്ളവർക്ക് നമ്മൾ വണ്ടി വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോർക്ക് നോർമലായിട്ടുള്ള വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അതിൽ ഡസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സ്ക്രാച്ചായി കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മിക്കവാറും ഡെയിലി തന്നെ ശ്രദ്ധിക്കുക. എപ്പോഴും പൊടിയുള്ളിടത്തേക്ക് യൂസ് ചെയ്തിട്ട് കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പലതിനും ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ എല്ലാ വണ്ടിക്കും ആപ്ലിക്കബിളുമാണ്. എക്സോസ്റ്റ് യൂസ് ചെയ്യുന്ന വണ്ടിക്ക് ഇടയ്ക്ക് എഞ്ചിൻ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് കാരണം എക്സോസ്റ്റ് വയ്ക്കുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള സൗണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് സ്റ്റോക്ക് വെച്ചിട്ട് എന്തെങ്കിലും എഞ്ചിൻ സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആ സൗണ്ട് കൂടി, അതായത് മേജർ പാർട്സ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അത് വലിയ എഞ്ചിൻ കംപ്ലൈൻറ്റിലോട്ട് വഴിവെക്കും. ഒരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളൊന്നും ഇതിലൂടെ പറയാൻ പറ്റിയിട്ടില്ല. സോ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ദിസ് ഈസ് വണ്ടി ഡോക്ടർ സൈനിങ് ഓഫ്. ബൈ.